ജോലി കിട്ടി ഒരു മാസം കൊണ്ട്. അപ്പൊ വിസ ശരിയായി. പിന്നെ ജോലിയിലുള്ള കൺഫർമേഷൻ. വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വരേണ്ട സിറ്റുവേഷൻ ആണ്. എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആള് വിളിക്കുന്നത്. ആ വഴിപാട് ചെയ്ത് 4ാമത്തെ ആഴ്ച അവർക്ക് ജോലി കിട്ടി. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരും ജോലി കിട്ടി. ബിസിനസ് ചെയ്യുന്നവർക്കും ഒക്കെ അത് വിജയിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ നോക്കിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് ചെയ്തു കഴിഞ്ഞാൽ വീടിന്റെ പണി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി താമസമൊക്കെ നടക്കും എന്നുള്ളതാണ്. അതെ അതെ, വിവാഹം പെട്ടെന്ന് നടക്കാനായിട്ട് ഈ ഒരു വഴിപാട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വിവാഹം നടക്കുന്നതായിട്ടൊക്കെ ഒരു അനുഭവമാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രേവതി. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പെൻഡുല ജ്യോതിഷം ഒരുപാട് പേർക്ക് അറിയാൻ സാധിക്കും. അതിന്റെ യാഥാർത്ഥ്യം എന്താണ് സത്യങ്ങൾ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പെൻഡുല ജ്യോതിഷത്തിൽ വൈദഗ്ധ്യം നേടിയ അരുൺകുമാർ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം. പെൻഡുല ജ്യോതിഷം എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഒരുപാടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പെൻഡുല ജ്യോതിഷം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ച ശക്തിയെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ഉപാസനാമൂർത്തി ശ്രീവിദ്യാ സങ്കല്പത്തിലാണ്, ശ്രീചക്രത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. സയന്റിഫിക് സങ്കല്പം എന്ന് പറയുമ്പോൾ ദേവിയാണോ? ദേവിയാണ്. ശ്രീചക്രത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത് ത്രിപുര സുന്ദരിയാണ് പറയുന്നത്. ശ്രീവിദ്യാ സങ്കല്പം നമ്മൾ പറയും. ശ്രീചക്രത്തില് നമ്മൾ പറയുന്ന 33 കോടി ദേവീ ദേവന്മാരും ശ്രീചക്രത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ശ്രീചക്രത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഈ ശ്രീചക്രമാണ് ഇതിന്റെ ആധാരം. പിന്നെ ഈ പരിഹാര കാര്യങ്ങൾ ഒക്കെ നമ്മൾ വീട്ടിലെ പൂജാമുറിയിൽ ശ്രീചക്രത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ദേവി നമ്മളോട് ഒരു വഴി പറഞ്ഞു തരികയാണ്. ഇന്ന രീതിയിൽ നമ്മളിപ്പോ പെൻഡുലം നോക്കുമ്പോൾ തന്നെയാണെങ്കിലും നമ്മൾ ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് ഇന്ന ആൾക്ക് ഇന്ന പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ദേവി നമുക്ക് കാണിച്ചു തരുന്നതായിട്ടും പ്രപഞ്ചശക്തി നമ്മൾക്ക് കാണിച്ചു തരുന്നതായിട്ടും ആണ് ഇത് വരിക. അതിൽ ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്ന ഒരു കാര്യം, ജ്യോതിഷത്തില് കുറെ അധികം സമയം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം ഇതിൽ അധികം സമയം എടുക്കാതെ ചെയ്യുക എന്നുള്ളൊരു സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. തൊഴിൽ കിട്ടാനൊക്കെ ഒരുപാട് ആൾക്കാർ മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നുണ്ട്, PSC അതുപോലെ ഗവൺമെന്റ് ജോബിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ഞാൻ ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കോ, അങ്ങനെയുള്ള നമുക്ക് പെൻഡുല ജ്യോതിഷത്തിലൂടെ അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും. ഈ പറയുന്ന ആളെ മുന്നിൽ ഇരുത്തിയിട്ട് നമ്മൾ നോക്കുകയാണ്, ഈ ആൾക്ക് ഈ മത്സര പരീക്ഷ അനുയോജ്യമാണോ എന്ന് ആദ്യം നോക്കും. അതായത് അയാളുടെ കരിയറിന് ഇത് യോജിക്കുന്നതാണോ നോക്കും. അത് നോക്കിയതിന് ശേഷം ഓക്കെ പറയുകയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രതിവിധി പറയുകയാണ് ചെയ്യണം. അവർക്കുള്ള ഒരു വിഷമം എനിക്കൊരു തൊഴിൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള എന്ത് കാര്യത്തിനും മുരുകന് വഴിപാട് ചെയ്യുന്ന വളരെ ബെസ്റ്റ് ആണ്. എന്ത് വഴിപാടാണ് ചെയ്യാറ്? പാലഭിഷേകവും തേൻ സമർപ്പിക്കുക, ഈ 2 കാര്യങ്ങളും ചെയ്യുന്നത് തൊഴിൽപരമായിട്ടുള്ള ഉന്നതിക്ക് വളരെ ബെസ്റ്റ് ആണ്. തൊഴിൽപരമായിട്ട് വിഷമിക്കുന്നവർക്കൊക്കെ മുരുകന് ഈ ഒരു വഴിപാട് ചെയ്യുവാണെങ്കിൽ തൊഴിൽ കിട്ടാൻ വളരെയധികം സാധിക്കുന്ന ഒരു കാര്യമാണ്. പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നെഗറ്റിവിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലാണെങ്കിലും പല സ്ഥലങ്ങളിലും അപ്പൊ നെഗറ്റീവായിട്ട് അങ്ങേക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ടൊരു ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കും. ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് മുടി കിട്ടും. ഈ മുടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കിട്ടി, പിന്നെയും ഇങ്ങനെ ഡെയിലി ഇത് തന്നെയാണ്. ഡെയിലി നമ്മൾ പോകുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇതാണ് അനുഭവം. അപ്പൊ അവരോട് പറഞ്ഞു ഇതിങ്ങനെ സ്ഥിരം കിട്ടുന്നുണ്ട്, അത് നമുക്ക് മാറ്റി തരണം. ഫുഡ് മാറ്റിത്തരും. മാറ്റിത്തരും, അതിന് എതിർപ്പൊന്നുമില്ലാതെ മാറ്റിത്തരും. അതങ്ങനെ കുറച്ചങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോ തോന്നി ശരിയല്ലല്ലോ, സ്ഥിരമായിട്ട് ഇങ്ങനെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെൻഡുലം വെച്ച് നോക്കി. അത് നമ്മുടെ എന്ത് പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെങ്കിലും ഞാൻ നോക്കിയിട്ടാണ് മുമ്പോട്ട് പോവാറുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിയ സമയത്ത് അവിടെ ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഈ പറയുന്ന ഹോട്ടലിലുള്ളതായിട്ട് കണ്ടു. അപ്പൊ നമുക്കത് അവരോട് ചെന്ന് പറയാനൊന്നും പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് പോവാറില്ല. അതാണ് നമുക്ക് പേഴ്സണലായിട്ട് ഉണ്ടായത്. ഇത് കൂടാതെ വേറൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് നമുക്ക് അവിടെ ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റൂമിൽ ജസ്റ്റ് ഒന്ന് ആ റൂമിലേക്ക് ഒന്ന് എൻട്രി ചെയ്തപ്പോഴത്തേക്കും ഒരു വല്ലായ്മ നമുക്ക് ഫീൽ ചെയ്തു. ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ വീടെത്തുന്നതിന് കിലോമീറ്ററുകൾക്ക് മുമ്പ് വരെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം തന്നെ നമ്മൾ പെൻഡുലം ഉപയോഗിച്ച് നോക്കി എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന റൂമിൽ നിന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി, ഇപ്പോൾ ഈ ആത്മാവ് എന്നൊക്കെ പറയുന്ന പോലെ ഏതോ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് കിലോമീറ്ററുകൾ വീടെത്താൻ താമസിക്കുന്ന ആ സമയം വരെ നമ്മുടെ കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അതെങ്ങനെ ഫീൽ ചെയ്തത്? ഫീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ടുകളില്ല. തല കറങ്ങണോ, എന്താ മൊത്തത്തിലൊരു ശാരീരികമായിട്ട് ഒരു ക്ഷീണം. നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്താണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. ചില നെഗറ്റീവ് എനർജികൾ കൊണ്ട് അവരുടെ കർമ്മ മേഖലയിലൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട്.
അപ്പൊ അതിനൊരു പരിഹാരം നമ്മുടെ പെൻഡുല ജ്യോതിഷത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ അതിനുള്ള പരിഹാരം ചെയ്യാറുണ്ട്. ഫലം കിട്ടിയിട്ടുണ്ട് ധാരാളം. അങ്ങനെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു നാളിന്റെ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, നമ്മൾ ഈ രാശി വെച്ച് നോക്കുന്ന രീതി അല്ലാത്തതുകൊണ്ട് നാളിന്റെ ആവശ്യം വരുന്നില്ല. ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വർഷം ഇത്ര മാസം ഇത്ര നാളായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ട് ആൾക്ക് എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നോക്കിയെടുക്കാൻ പറ്റും. കറക്റ്റ് കണക്ക് നമുക്ക് അറിയാൻ പറ്റും. പെൻഡുല ജ്യോതിഷത്തിന് ഭാവി പ്രവചിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു വസ്തുത എന്താണ്? ഭാവി പ്രവചിക്കുക എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ഒരു ജോലി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സമീപിച്ച സമയത്ത്, അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് വിദേശത്ത് ഉള്ള ഒരാളാണ്, ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ അവർക്ക് ജോലി വേണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഒരു മൂന്നാഴ്ച നീളുന്ന ഒരു വഴിപാടാണ് പറഞ്ഞത്. ആ വഴിപാട് ചെയ്ത് 4-ാമത്തെ ആഴ്ച അവർക്ക് ജോലി കിട്ടി. അതെ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരും ജോലി കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അത് വലിയൊരു സന്തോഷം തന്നെ നമുക്കും അവർക്കും ഉണ്ടായി. അവരുടെ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങ് നോക്കിയപ്പം ജോലി കിട്ടുമെന്ന് മനസ്സിലായോ? ഉറപ്പായിട്ട് കിട്ടും തന്നെയാണ് പറഞ്ഞത്. ഞാനത് അവർ വിളിക്കുന്ന സമയങ്ങളിൽ മുഴുവനും നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. നമ്മളുടെ അടുക്ക സംസാരിച്ച എല്ലാ കാര്യങ്ങളും അത് പൂജാമുറിയിൽ ദേവിയുടെ അടുക്ക് ഇതെല്ലാം കൂടിയാണ് പറഞ്ഞുകൊള്ളാൻ പറയും. അങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് വിവാഹം പെട്ടെന്ന് നടക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വഴി? വിവാഹം പെട്ടെന്ന് നടക്കാനായിട്ട് മുരുകനാണ് ഏറ്റവും വിശേഷമായിട്ട് വഴിപാട് പറയാനുള്ളത്. മുരുകന് കുമാരസൂക്ത പുഷ്പാഞ്ജലി ഒരു 3 ആഴ്ച ചെയ്തു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുണ്ട് ധാരാളം പേർക്ക്. വിവാഹം നടക്കാതെ വിഷമിക്കുന്ന ഒരുപാട് ഭക്തരെ, ഒരുപാട് ആൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കൊക്കെ ഈ ഒരു വഴിപാട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വിവാഹം നടക്കുന്നതായിട്ടൊക്കെ ഒരു അനുഭവമാണ്. അത് ധാരാളം പേരോട് നമ്മൾ പറഞ്ഞിട്ട് അവർക്ക് കല്യാണം അതുവഴി നടന്നിട്ടുണ്ട്. പെൻഡുല ജ്യോതിഷം പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇതൊരു ഡിസിഷൻ മേക്കർ ആണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നമുക്ക് ഇത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തരും എന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു വസ്തുത എങ്ങനെയാണ്? ഒരാള് നമ്മള് ഒരു ബിസിനസ്സിൽ തളർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളെ വിളിക്കുകയാണ്, സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബിസിനസ് എന്താണോ ആ സ്ഥാപനത്തിന്റെ പേര്, നിങ്ങളുടെ ഡീറ്റെയിലിനൊപ്പം ആ പേരും കൂടി ഒന്ന് അയക്കുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഒരു ഗ്രോ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവോ, അതല്ല ഇതിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണോ, ഇതൊക്കെ നമ്മൾ പെൻഡുല ഉപയോഗിച്ചിട്ട് തന്നെ നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് പരിഹാരങ്ങൾ പറയാറുണ്ട്. ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങണം, അപ്പോൾ അങ്ങനെ അടുത്ത് വന്ന് പറയുകയാണ്, ഇപ്പോൾ ഈ ഒരു ബിസിനസ് വിജയിക്കോ ഇല്ലയോ അങ്ങനെ പറയാൻ സാധിക്കും? തീർച്ചയായിട്ടും. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് അത് വിജയിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ നോക്കിയെടുക്കാൻ സാധിക്കും. അപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് ഒരുപാട് കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പഠിച്ച് ജോലി കിട്ടി അവിടെ സെറ്റിൽ ആവണം, അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്യണം എന്നൊക്കെ പല ആഗ്രഹങ്ങളുണ്ട്. അതിനുവേണ്ടി പേരൻസ് ഒരുപാട് ലക്ഷങ്ങളൊക്കെയാണ് മുടക്കുന്നത്, ലോൺ എടുത്തിട്ടും അങ്ങനെയൊക്കെ. അപ്പം അവർക്കൊക്കെ ഉള്ളൊരു മനസ്സിലൊരു ടെൻഷനാണ്, ഇത് വിജയിക്കുമോ, മോന് ജോലി കിട്ടുമോ എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഡീറ്റെയിൽ നമ്മളൊന്ന് നോക്കിയിട്ട് ഈ ആൾക്ക് വിദേശത്ത് പോയാലാണോ നാട്ടിൽ നിന്നാലാണോ. ഇപ്പൊ ഒരാൾ ബിസിനസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് എങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വിദേശത്ത് പോയാൽ അദ്ദേഹത്തിന് അത് ഇതായിട്ട് വരാൻ പറ്റുമെന്ന് നോക്കും. കുട്ടികളുടെ കാര്യത്തിനാണ്, പഠനത്തിനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഈ ആൾക്ക് ഇവിടെ തന്നെ നിന്ന് ചെയ്യുന്നതാണോ നല്ലത് അതോ പുറത്താണോ എന്നുള്ളത് നമ്മൾ പെൻഡുല ഉപയോഗിച്ച് നോക്കിയിട്ട് കൺഫർമേഷൻ പറയുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിന്റെ ഒരു തടസ്സം നീങ്ങാനുള്ള പരിഹാരങ്ങളുണ്ട്, അത് ഞാൻ പറയാറുണ്ട്. അപ്പൊ അതിനുശേഷം അത് ചെയ്തിട്ട് അവർക്ക് അന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോലി കിട്ടിപ്പോയി അല്ലെങ്കിൽ വിസ റെഡിയായി പോയി. എനിക്ക് ഒരു ഉദാഹരണം അതിൽ പറയാനുള്ളത്, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാള്, അദ്ദേഹം നേരിട്ട് വന്നിട്ടില്ല, അദ്ദേഹം വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വിസ എക്സ്പയർ ആകുന്ന പ്രശ്നം, അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഓൾറെഡി വിദേശത്തായിരുന്നു കേട്ടോ. വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വരേണ്ട സിറ്റുവേഷൻ ആണ്, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആള് വിളിക്കുന്നത്. 2-3 ആഴ്ച അങ്ങനെ മുമ്പോട്ട് പോയി. കുറച്ച് കാര്യങ്ങൾ വഴിപാടുകളൊക്കെ പറഞ്ഞു. മുസ്ലിം ആണെങ്കിലും നമ്മൾ പൂജാമുറിയിൽ ചെയ്യുന്നതിന് കാസ്റ്റിന്റെ പ്രശ്നം വരുന്നില്ല. അപ്പൊ അത് നമ്മൾ ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ട് കുറച്ച് കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സംഗതി എനിക്ക് വ്യത്യാസം കിട്ടി എന്ന് പറഞ്ഞു. വിസ ശരിയായി 1 മാസം കൊണ്ട് വിസ ശരിയായി. പിന്നെ ജോലിയിലുള്ള കൺഫർമേഷൻ, വേറൊരു ജോലിക്ക് നോക്കാനുള്ള അതിന്റെ കൺഫർമേഷൻ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം എന്നിട്ട് എന്നോട് പറയുകയാണ്, നമ്മൾ പൂജാമുറിയിൽ എന്താണ് നമ്മൾ ആരാധിക്കുന്ന ദേവിയാണെന്ന് മാത്രമേ അദ്ദേഹത്തിന് അറിയൂ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അദ്ദേഹം എന്നോട് പറയാണ്, അമ്മയോട് പ്രത്യേകം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അമ്മയ്ക്ക് പ്രാർത്ഥന കൊടുക്കണം, ഞാൻ നേരിട്ട് വരുമ്പോൾ കാണുന്നുണ്ട്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ കുറെ സന്തോഷങ്ങൾ നമ്മളോട് പറഞ്ഞു എന്ന് പറയാണ്. ശരിക്കും പെൻഡുലം എന്നുള്ളത് ശരിക്കും ജീവിതത്തിന്റെ ഒരു വഴികാട്ടിയാണോ? എന്താണ് അങ്ങയുടെ സംശയമില്ല, വഴികാട്ടി തന്നെയാണ്. ഇപ്പൊ എന്റെ സ്വന്തം കാര്യം എടുത്താൽ തന്നെ നമ്മളുടെ എന്ത് കാര്യത്തിനും ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ വേറെ ആളുകളോട് ചോദിക്കാതെ പെൻഡുലത്തോട് തന്നെ ചോദിച്ചിട്ട്
വെച്ചിട്ട് കാര്യങ്ങൾ ഇപ്പൊ ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെക്കാറുള്ളൂ. ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ശരിക്കും അകമഴിഞ്ഞ് പ്രാർത്ഥിച്ച് എന്താണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുക, ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ട്, അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കി അതിനനുസരിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകാറുള്ളൂ. അത് എന്റെ സ്വന്തം കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരാള് വിളിച്ചിട്ട് പറയാണ് എനിക്ക് ഇന്നിപ്പോ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഇന്ന ആളാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്, അപ്പൊ ആ ആള് നമുക്ക് ക്ഷീണം ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ അത് ഒന്ന് സീരിയസ് ആയിട്ടൊന്ന് നോക്കി പറയണം. അപ്പൊ ഞാൻ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മണിക്കാണ് ഇന്റർവ്യൂ? 10-11 മണിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മളിന്ന് വിളിച്ചതിന് ശേഷം നമ്മൾ വേണ്ട പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ അറ്റൻഡ് ചെയ്യൂ, സക്സസ് ആവുമെന്ന് പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുന്നത് വെന്റിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഇന്ന സമയത്ത് ഇന്ന ആള് ഇത് അറ്റൻഡ് ചെയ്താൽ അങ്ങേർക്ക് അത് ശരിയാവുമെന്ന് നോക്കിയിട്ട് എല്ലാം അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ പറയാറുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ആ ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ട്, പലർക്കും അത് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ആര് സമീപിച്ചാലും നിങ്ങൾ അപ്പാടെ അങ്ങോട്ട് നമ്മൾ മാറ്റിയെടുക്കാന്നൊന്നും ആരോടും പറയാറില്ല. കണ്ണി കൊള്ളേണ്ടടുത്ത് പുരികത്ത് കൊള്ളുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിലുണ്ട്. അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. എല്ലാത്തിലും അതുണ്ട്. അത് നമ്മള് പ്രത്യേകം അവരോട് പറയാറുണ്ട്. വീട് വെക്കാനൊക്കെ ഇപ്പൊ ഓരോരുത്തര് വീട് വാങ്ങിക്കാൻ ഇപ്പൊ ഒരുപാട് പേര് നോക്കാറുണ്ട്. അല്ലാണ്ട് തന്നെ ഒരു സ്ഥലം കണ്ട് വീട് വെക്കാൻ പോകുന്നു. അപ്പൊ അവർക്ക് ഇപ്പം ആ സ്ഥലം ദോഷമുള്ള സ്ഥലമാണോ, ഇവിടെ ഞങ്ങൾക്ക് വീട് വെച്ചുകൊണ്ട് ഇനി പ്രശ്നം ഉണ്ടാവോ, സമാധാനം ഉണ്ടാവും, ഇതൊക്കെ അറിയാനായിട്ട് ആൾക്കാര് അങ്ങയുടെ അടുത്ത് വരാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഭൂമി സെലക്ട് ചെയ്തിട്ട് ഇവിടെ വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം ആ ഭൂമിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ അവരോട് പറയുന്നത് അവിടുത്തെ മണ്ണ് 4 ഭാഗത്തും 4 അതിരിന്നും ഓരോ ടേബിൾ സ്പൂൺ മണ്ണൊന്ന് എടുത്തിട്ട് എനിക്കൊന്ന് കൊറിയർ ചെയ്യാൻ പറയും. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നേരിട്ടാണെങ്കിലും കൊണ്ടുവരിക. അത് നോക്കിയതിന് ശേഷം അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പൂജാമുറിയിൽ ആ മണ്ണിൽ ചെയ്യും. എന്നിട്ട് നമ്മൾ ഇനി നിങ്ങൾ ചെയ്തോളൂ, ഏത് സ്ഥല വിൽപ്പനയാണെങ്കിൽ വിൽപ്പന, വീട് വെക്കാനാണെങ്കിൽ വീട് വെക്കാൻ നോക്കിക്കോളൂ, ശരിയായിക്കോളൂ എന്ന് പറയും. അപ്പൊ ഈ സ്ഥല വിൽപ്പന നടക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ അത് പരിഹാരം ചെയ്ത് വിൽപ്പന നടക്കാൻ സാധിക്കും? അതും സാധിക്കും. അതിന് ഇപ്പോ വീടുള്ള ഒരു ഭൂമിയാണെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ ഫോട്ടോ, ആളുകളുടെ ഫോട്ടോ അയക്കുന്ന പോലെ വീടിന്റെ ഫോട്ടോ ഒന്ന് അയക്കാൻ പറയും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് അധികം നീണ്ടുപോവോ, ഇതിന്റെ വിൽപ്പന നീണ്ടുപോവോ എന്നൊക്കെ നമ്മൾ നോക്കിയെടുത്തിട്ട് പെൻഡുലം വഴി നോക്കിയെടുത്ത് പറയാറുണ്ട്. അതുപോലെ വീട് വെക്കാൻ ഒരാള് പരിപാടി ഇട്ടിട്ട് അതിന്റെ പ്രോസസ്സ് നടക്കണില്ല, ബാങ്ക് ലോൺ ആയിക്കോട്ടെ, മറ്റു സാമ്പത്തികം ആയിക്കോട്ടെ, അപ്പൊ അതിനൊക്കെ ഗണപതിക്ക് ഒരു വഴിപാട് ചെയ്തിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് സക്സസ് ആവും എന്ന് പറയാറുണ്ട്. എന്താണ് ആ ഒരു വഴിപാട്? അത് ഗണപതിക്ക് ഉണ്ണിയപ്പം കഴിക്കാം, ഒറ്റയപ്പം കഴിക്കാം. അത് ഉണ്ണിയപ്പം കഴിക്കാന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒരാളോട് പറയുകയാണെങ്കിൽ ഒരു 3 കൂട്ട് ഉണ്ണിയപ്പം താങ്കളുടെ പേരിലാണ് ആ വീടെന്നുണ്ടെങ്കിൽ, വീട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പേരിൽ ചെയ്യുക. എന്നിട്ട് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയിക്കോളൂ. ബാക്കി നമ്മളുടെ പൂജാമുറിയിൽ നമ്മൾ വേണ്ട പ്രാർത്ഥന ചെയ്തോളാന്നാണ് പറയാറ്. അപ്പൊ ഫലം കാണുന്നുള്ളതാണ്. സാമ്പത്തികം എന്നുള്ളത് എല്ലാവർക്കും എപ്പോഴും ഒരു പ്രശ്നമാണ്. അപ്പൊ എല്ലാവരും സാമ്പത്തികം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം നമ്മുടെ പെൻഡുല ജ്യോതിഷത്തിലുണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മള് പെൻഡുലത്തിൽ റീഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തില് അപ്പൊ മുരുകന് വഴിപാട് ചെയ്യാം. മുരുകൻ മുഖ്യ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തില് 100 മില്ലി തേനും പാലഭിഷേകവും നടക്കി വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടൊക്കെ നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണത്. ഇത് കൂടാണ്ട് നമ്മൾ വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലിപ്പോ ഈ കുതിച്ചു പായുന്ന കുതിര അങ്ങനെയുള്ള ഫോട്ടോ പലരും വെക്കാറുണ്ട്. കാര്യം അത് നമ്മൾ നോക്കുമ്പോൾ അത് നമ്മളൊരു മുന്നേറ്റത്തെ കാണിക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ ഒരു റീഡിങ്ങില് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാക്കുന്നതാണ് ഞാൻ പറയാറുള്ളത്. അപ്പൊ ആ ഒരു സംഗതി അത് കൂടാണ്ട് ശരിക്കും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ആ ഒരു രൗദ്രഭാവത്തിലാണ് ഈ കുതിര കുതിച്ചു പായുന്നത്. അപ്പൊ ആ ഒരു രൗദ്രത വരുമ്പോൾ നമ്മളുടെ വീട്ടിലും ഒരു അസഹിഷ്ണുത ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യം അതിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് പലരോടും നമ്മൾ അതൊന്ന് മാറ്റിയാൽ നന്നായി എന്ന് പറയും. പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ പൂജാമുറിയിലായിക്കോട്ടെ നെഗറ്റീവായിട്ടുള്ള ഇപ്പൊ ചില ഫോട്ടോസ് ഒക്കെ പൊട്ടിയതോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരില്ല. ഈ പൊട്ടിയ സംഗതികള് പൂജാമുറിയിലൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വിഗ്രഹം ആയിക്കോട്ടെ, പ്രസന്റ് കിട്ടിയതായിക്കോട്ടെ, നമ്മൾ വാങ്ങിയ ചില്ലിട്ട ഫ്രെയിമുള്ള ഫോട്ടോ ആയിക്കോട്ടെ, അതിലൊക്കെ എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആ പൂജാമുറിയിൽ ഒരു ചെറിയ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നതാണ്, ഉണ്ടാക്കും. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ അത് ഒഴുക്കി കളയുക എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയാറുണ്ട്. വീട്ടില് പൊട്ടിയ സാധനങ്ങളൊന്നും വെക്കാതിരിക്കുക എന്നുള്ളതാണ്. മീൻസ് പ്രത്യേകിച്ച് ദേവീദേവന്മാരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പെൻഡുല ജ്യോതിഷത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കണ്ടത്. അതിന്റെ യാഥാർത്ഥ്യങ്ങളും അതിനെക്കുറിച്ചുള്ള സത്യങ്ങളും എന്താണ് പെൻഡുല ജ്യോതിഷം എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പം അടുത്ത ഒരു പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.